Hello, my dear future doctors. Welcome back to a new video. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നീറ്റ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. നീറ്റൊക്കെ കഴിഞ്ഞു. ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. നീറ്റിനെ കുറിച്ച് ഓവറോൾ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയത് സുവോളജി ഈസി ആയിരുന്നു. സുവോളജി എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. 1-2 നെഗറ്റീവ് ഉണ്ടായിരുന്നു. പിന്നെ ബോട്ടണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബോട്ടണി കുറച്ച് ടഫായിരുന്നു. ടൈം കൺസ്യൂമിങ് ആയിരുന്നു എനിക്ക്. ഞാനത് നല്ല രീതിക്ക് ടെക്സ്റ്റ് വായിച്ച് പഠിക്കാത്തത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ബോട്ടണിയിൽ എനിക്ക് കുറച്ചധികം നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരുന്നു. കെമിസ്ട്രി കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി അത്യാവശ്യം എല്ലാം വലിയ കുഴപ്പമില്ലായിരുന്നു. അറ്റൻഡ് ചെയ്തതൊക്കെ കറക്റ്റാണ്. പിന്നെ വരാനാണെങ്കിൽ ഫിസിക്സ്, എൻ്റെ പൊന്നു മക്കളെ, ഫിസിക്സാണ് പോയത്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട. ഒന്നാമത്തെ കാര്യം ബോട്ടണി ലെങ്തി ആയതുകൊണ്ട് തന്നെ ടൈം എനിക്ക് എക്സാം ഹാളിൽ പോയിരുന്നപ്പോൾ ടൈം പെട്ടെന്ന് പോകുന്നതാണൊക്കെ എനിക്ക് തോന്നിയത്. ശരിക്കും ഞാൻ വിചാരിച്ചില്ല. ഞാൻ നേരത്തെയുള്ള മോഡൽ എക്സാംസ് എഴുതുമ്പോഴും എന്തെഴുതിയാലും എനിക്ക് ഇങ്ങനെ ടൈം പോകുന്നതാണൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ എന്നോട് 2-3 നീറ്റ് കിട്ടിയവർ പറയുന്നുണ്ട് എക്സാം ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് സമയം പെട്ടെന്ന് പോകും, പക്ഷേ നമുക്കങ്ങനെ തോന്നത്തില്ലെന്ന്. പക്ഷേ എനിക്ക് സമയം പെട്ടെന്ന് പോയാണൊക്കെ തോന്നിയത്. അതുകൊണ്ട് തന്നെ ഫിസിക്സ് കുറേ ഒന്നും നോക്കാൻ പോലും പറ്റിയില്ല, ടൈം കിട്ടിയില്ലായിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ച എല്ലാ കാര്യങ്ങളും. പിന്നെ മാത്രമല്ല ഫിസിക്സ് കുറേ കൺസെപ്ഷ്യലായിട്ടും പിന്നെ എന്താ പറയുക, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ആയിരുന്നു ഫിസിക്സ്. അപ്പോൾ ഫിസിക്സാണ് എനിക്ക് ഭയങ്കര ടഫായത്. പൊതുവേ നോക്കുമ്പോഴും ഫിസിക്സാണ് എല്ലാവരും ഡിഫിക്കൾട്ട് എന്ന് പറയുന്നത്. എനിക്കും അതേപോലെ തന്നെയാണ്. ഫിസിക്സ് നല്ല ടഫായിരുന്നു. അങ്ങനെ നീറ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് ഈ 2024 നീറ്റ് വാസ് എ ഫ്ലോപ്പ് ഫോർ മീ. പിന്നെ പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും മാർക്ക് എനിക്കുണ്ട്. എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിയും മാർക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. അതുകൊണ്ട് കുറച്ച് സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങളെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ വേറെ ഇനി അങ്ങോട്ട് പക്ഷേ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഈ റിപ്പീറ്റ് ടൈമിൽ ഞാൻ നേരത്തെ +1 +2 ഒന്നും നീറ്റിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടില്ല. സ്റ്റേറ്റ് സിലബസിൽ നിന്ന് ഡയറക്റ്റായിട്ട് റിപ്പീറ്റിന് പോയപ്പോൾ അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഓഫ്ലൈൻ ആയിരുന്നു, പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് വന്നു, ഓൺലൈൻ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഫേസ് കാണിക്കണോ വേണ്ടോ എന്ന് എനിക്കിങ്ങനെ ഡൗട്ടാണ്. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ച് നമുക്ക് ഓരോ സാറ്റിസ്ഫാക്ഷനുകളുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് MBBS കിട്ടിയിട്ട് വന്ന് ഫേസ് കാണിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു വാട്സപ്പിൽ ഒരു വോയിസ് പോലെ 2x അല്ലെങ്കിൽ 1.5x ഒക്കെ ഇട്ട് കേട്ടോ. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി പറയും, ഇനി അങ്ങോട്ടുള്ള ഓരോ എൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ നീറ്റിന് എങ്ങനെയൊക്കെ റിപ്പീറ്റേഴ്സിനോടാണ് പെൻഡിങ് ഒന്നും ഇടരുത്, അതൊക്കെ ഞാൻ പറയാം. ആ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത സ്കോറിനെക്കാട്ടിയും കുഴപ്പമില്ലാത്ത സ്കോർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിഷമം എന്ന് പറഞ്ഞാൽ, പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷവും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ എല്ലാത്തിനും ഒരു ടൈം ഉണ്ടല്ലോടാ. ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇനി എത്ര നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാലും ആ ഒരു സമയം നമുക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും പറയും ഹാർഡ് വർക്ക്, പക്ഷേ നമുക്കൊരു ലക്ക് ഈസ് എ ഫാക്ടർ ഫോർ നീറ്റ് എക്സാം. നമ്മുടെ എന്താ പറയുക, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഉറപ്പായിട്ടും ലക്ക് ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ പറയുക, ഇനി വരും വീഡിയോസിലൊക്കെ ഉറപ്പായിട്ടും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ കുറേ നമ്മളെ ചാനലിൽ കോപ്പിറൈറ്റ് അടിച്ചൊരു വീഡിയോ ഒക്കെ പോയിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അതൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ എല്ലാവരും ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനാണ്, എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനെയും ഡിഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഭയങ്കര ഇതാക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. മാത്രമല്ല എനിക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി എനിക്ക് കിട്ടണം എന്നും അല്ലെങ്കിൽ മേടിച്ച് വെക്കണം എന്നും ഒരാഗ്രഹമില്ല. പക്ഷെ കുറേ പേര് ചോദിച്ചതിൻ്റെ ബേസിസിൽ, ബിക്കോസ് അതിനകത്ത് പക്ഷേ നെഗറ്റീവ് വരാൻ ഞാനതിനകത്ത് എല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. പിന്നെ എന്താ പറയുക, എനിക്കറിയത്തില്ല. എന്തായാലും അപ്ലോഡ് ചെയ്യാം. എന്തായാലും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. കാരണം ഞാൻ ആ വീഡിയോ ഇനിയും കോപ്പിറൈറ്റ് അടിച്ച് പോവാം. പക്ഷേ ആ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും.
കാരണം എനിക്ക് എന്താ പറയുക, യെസ് നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ, മെയിനായിട്ട് പറയാനാണെങ്കിൽ, ആ ഒരു വീഡിയോ കണ്ടതിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വെരി പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതിൻ്റെ ബേസിസിലോ അവിടെ ചേരാൻ നിൽക്കുന്നവർ ചേരണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ ചേർന്നോ, നിങ്ങൾ ചേർന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. എവിടെ ആണെങ്കിലും നമ്മൾ എന്ത് കാര്യമാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു 1 ഇയർ എന്ന് പറഞ്ഞാൽ എനിക്ക് നീറ്റിനെ കുറിച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നീറ്റ് ഒന്നും അറിയത്തില്ല, നേരെ ഡയറക്റ്റായിട്ട് നീറ്റിന് കയറി എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ രീതിയിലാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ ചെയ്താൽ പഠിക്കേണ്ടത് എന്നൊക്കെ എനിക്കിപ്പോൾ ഒരു അടിപൊളിയായിട്ടൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 1 ഇയർ എൻ്റെ മാക്സിമം ഞാൻ 1 ഇയർ കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇനി റിപ്പീറ്റിന് പോകുന്ന ഇപ്പോൾ എന്നെപ്പോലെ കുറേ പേരുണ്ട്, ഈ +1 +2 ഒന്നും നീറ്റിന് വേണ്ടിയിട്ടൊന്നും നോക്കാതെ ഡയറക്റ്റായിട്ട് എന്താ പറയുക, നീറ്റിന് റിപ്പീറ്റ് ചെയ്യാൻ കയറുന്നവർ. അപ്പോൾ അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും എനിക്കറിയാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് അവിടെ പോകുമ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കണം, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എങ്ങനെ പഠിക്കണം എന്നൊക്കെ എനിക്കിപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. സോ അത് നിങ്ങളോട് ഷെയർ ചെയ്യുക, അത് നിങ്ങൾക്ക് പറഞ്ഞു തരിക. കാരണം എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു ഇവിടെ. എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ അങ്ങനെ വലുതായിട്ട് ഞാൻ എൻ്റെ ഒരു രീതിക്ക്, പക്ഷേ അങ്ങനല്ല. ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നവർ പറഞ്ഞു തരുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അവസാനം നീറ്റ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത്, അയ്യോ അത് ആദ്യമേ അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് തോന്നുന്നത്. യെസ്, പിന്നെ എന്താ പറയുന്നത്, ഇനി വരും വീഡിയോസിൽ നിങ്ങളെ ഡൗട്ടൊക്കെ ഇതിനകത്ത് മറ്റേ ആ കോപ്പിറൈറ്റ് അടിച്ച് പോയ അതിൻ്റെ താഴെ കുറേ ഡൗട്ടുകളുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ, കമൻസ് ഒക്കെ ഫുള്ള് പോയില്ലേ. അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഓരോ കാര്യങ്ങൾ എന്നൊക്കെ കുറിച്ച് പറയണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. സോ ഇത്രയൊക്കെയുള്ളൂ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നീറ്റ് കിട്ടില്ല, പക്ഷേ നമ്മൾ തോക്കണം. കാരണം ഞാൻ ഇതുവരെ ഒരു തോൽവി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു തോൽവിയെ ഫേസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. 10th-ലായാലും +2-നായാലും അതിനിടയ്ക്കുള്ള ക്ലാസ്സസിലായാലും ഞാൻ ഇതുവരെയും തോൽവിയൊന്നും ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഒരു എക്സാമിന് ഞാനിങ്ങനെ തോറ്റെന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ല എങ്കിൽ പോലും കിട്ടില്ലല്ലോ നമുക്ക്. അപ്പം അത് എങ്ങനെ ഫേസ് ചെയ്യുന്നത്, അപ്പോൾ അത് നമ്മൾ ഫേസ് ചെയ്യണോടാ എന്നാലേ നമുക്കൊരു ഫയർ കിട്ടത്തുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു തോൽവിയൊക്കെ ഫേസ് ചെയ്യണം. അത് മാത്രമല്ല, നമ്മൾ ഈ വിജയിച്ചവരുടെ ഇതെടുത്ത് നോക്കുമ്പോൾ തോറ്റവരായിരിക്കൂടാ, ഏതെങ്കിലും ഒരു പോയിന്റിൽ തോറ്റവരായിരിക്കും വിജയിച്ച് വരുന്നതും. അതിനെ ഒരു ത്രില്ലുണ്ടാവും. പിന്നെ അത്രയ്ക്ക് നിസ്സാര ത്രില്ലൊന്നും അല്ല ഇത്. സത്യം പറഞ്ഞാൽ കുത്തിയിരുന്ന് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. എന്നാലേ നീ ചെന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ മാക്സിമം അല്ല, നമ്മുടെ മാക്സിമത്തിൻ്റെ നമ്മുടെ അറ്റ് ദ പീക്ക് നമ്മൾ കൊടുക്കണം. എന്നാലേ ഇങ്ങനത്തെ ഉള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെന്താ, ഹാർഡ് വർക്കും വേണം, സ്മാർട്ട് വർക്കും വേണം. പിന്നെ ഈ ഫിസിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ IQ അങ്ങനത്തെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഫിസിക്സ് പ്രോബ്ലംസ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ഇതാണ്. ഞാനത് ചെയ്ത് ശരിക്കും ഇങ്ങനെ ചെയ്താലേ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താടാ പറയുക, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളെയൊക്കെ എക്സ്പീരിയൻസ് എഴുതിയവരെയൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നവർക്ക് കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം വരും വീഡിയോസിൽ. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ. ഓക്കെ, ഇറ്റ്സ് മീ ഹന്ന, സൈനിങ് ഓഫ്.